നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 സെപ്റ്റംബർ മാസം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരുന്ന മാസമാണ്. വ്യാഴത്തിൻ്റെ കർക്കിടകത്തിലെ സഞ്ചാരവും മീനത്തിലെ ശനിയുടെ സ്വാധീനവും തുലാം രാശിയിലെ ശുക്രൻ്റെ അനുകൂല സ്ഥാനവും കന്നിയിലെ ബുധൻ്റെയും സൂര്യൻ്റെയും സഞ്ചാരവും കർക്കിടകത്തിലേക്ക് മാറുന്ന ചൊവ്വയും ഈ മാസത്തിലെ നക്ഷത്രഫലങ്ങളിൽ പ്രധാന സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ട് തന്നെ ചില നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളും ഉണ്ടാകുമ്പോൾ ചിലർക്ക് കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമായി വരാം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഈ സെപ്റ്റംബർ മാസം എങ്ങനെയായിരിക്കും? ആരൊക്കെയാണ് കൂടുതൽ നേട്ടങ്ങൾ നേടാൻ പോകുന്നത്? ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഓരോ നക്ഷത്രക്കാർക്കും ചെയ്യേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളും എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്ക് വിശദമായി പരിശോധിക്കാം. നിങ്ങളുടെ നക്ഷത്രഫലം അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും തൊഴിൽ രംഗത്ത് മുന്നേറ്റം നേടാനും അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുകയും നേരത്തെ മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. കുടുംബത്ത് സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യവും ധൃതിയിലുള്ള തീരുമാനങ്ങളും ഒഴിവാക്കണം. ജോലി അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന അവസരങ്ങൾ ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ ആലോചനകൾ ഉണ്ടാകാം. ആരോഗ്യ കാര്യങ്ങളിൽ തലവേദനയും മാനസിക സമ്മർദ്ദവും ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ഹനുമാൻ സ്വാമിയെയോ പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധേയമായ പുരോഗതി പ്രതീക്ഷിക്കാം. കുടുംബത്തിന് വേണ്ടി ചില വലിയ ചിലവുകൾ വരാമെങ്കിലും അതിലൂടെ സന്തോഷവും സൗകര്യവും ലഭിക്കും. തൊഴിൽ രംഗത്ത് അധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കുകയും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. പങ്കാളിത്ത കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സംസാരത്തിൽ ശ്രദ്ധയുണ്ടാകണം. വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവസരങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കും. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം കൂടാതെ നെയ്വിളക്ക് തെളിയിക്കുന്നതും നല്ലതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം തൊഴിൽപരമായി നേട്ടങ്ങൾ നൽകും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും അത് ഭാവിയിൽ ഗുണകരമാകും. സാമ്പത്തികമായി വരുമാനം ലഭിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണം. കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകൾ ലഭിക്കും. വിവാഹ കാര്യങ്ങളിൽ ആലോചനകൾ മുന്നോട്ടു പോകാൻ ഇടയുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ ചൂട്, ദഹനം, ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ഞായറാഴ്ച സൂര്യ നമസ്കാരവും സൂര്യന് ജല അർപ്പണവും നടത്തുന്നത് ഉത്തമമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും കുടുംബപരമായും നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന മാസമാണ്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുകയും വീട്, സ്വത്ത്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. ദാമ്പത്യത്തിൽ പരസ്പര സ്നേഹം വർദ്ധിക്കും. എന്നാൽ കുടുംബ ചിലവുകൾ കൂടുന്നതിനാൽ സാമ്പത്തിക ആസൂത്രണം ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി ഉണ്ടാകും. വെള്ളിയാഴ്ച മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുന്നത് ഉത്തമമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം പുതിയ ബന്ധങ്ങളും പുതിയ അവസരങ്ങളും നൽകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ ലഭിക്കും. യാത്രകൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ പല വഴികളിലൂടെ ലഭിക്കുന്നതാണ്. സഹോദരങ്ങളുമായും ബന്ധുക്കളുമായും ഉള്ള ബന്ധം മെച്ചപ്പെടും. എന്നാൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ കുടുംബകാര്യങ്ങളിൽ ചെറിയ സമ്മർദ്ദം ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ബുധനാഴ്ച ഗണപതി പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അവസരം ലഭിക്കാനും
നിലവിലുള്ള ജോലിയിൽ സ്ഥാനം മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി വരുമാനം വർദ്ധിച്ചാലും ചില അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകും. കുടുംബത്ത് സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ച ആവശ്യമാണ്. ബിസിനസ്സിൽ പുതിയ ബന്ധങ്ങൾ ഗുണകരമാകും. ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ സംസാരിച്ച് പരിഹരിക്കുക. ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളമാല സമർപ്പിക്കുന്നത് നല്ലതാണ്. പുണർദം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം ഭാഗ്യാനുഭവങ്ങൾ നൽകും. തൊഴിൽ രംഗത്ത് അംഗീകാരവും സാമ്പത്തികമായി പുരോഗതിയും പ്രതീക്ഷിക്കാം. കുടുംബത്ത് മംഗളകരമായ കാര്യങ്ങൾ നടക്കാം. വീട്, സ്ഥലം, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വിദേശയാത്രയ്ക്കോ ദൂരയാത്രയ്ക്കോ അവസരം ലഭിക്കാം. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരുന്നതാണ്. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. പൂയം നക്ഷത്രക്കാർക്ക് കുടുംബ സൗഖ്യവും സാമ്പത്തിക നേട്ടങ്ങളും നൽകുന്ന മാസമായിരിക്കും. വ്യാഴത്തിൻ്റെ അനുകൂല സ്വാധീനം കുടുംബകാര്യങ്ങളിൽ പ്രത്യേകമായി അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് സ്ഥിരതയും പുതിയ ഉത്തരവാദിത്വങ്ങളും ലഭിക്കും. സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. എന്നാൽ ചൊവ്വയുടെ സ്വാധീനം കാരണം കുടുംബത്ത് പെട്ടെന്ന് കോപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. ദാമ്പത്യത്തിൽ സ്നേഹവും പരസ്പരം മനസ്സിലാക്കലും വർദ്ധിപ്പിക്കുക. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നത് നല്ലതാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രതയോടെ മുന്നേറേണ്ട സമയമാണ്. വരുമാനം ലഭിക്കുമെങ്കിലും ചിലവുകൾ വർദ്ധിക്കാം. തൊഴിൽ രംഗത്ത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിലും കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും. കുടുംബത്ത് പഴയ ചില പ്രശ്നങ്ങൾ വീണ്ടും ചർച്ചയാകാം. ആരോഗ്യ കാര്യങ്ങളിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കുക. നാഗദേവതാ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുന്നത് ഉത്തമമാണ്. മകം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി മുന്നേറ്റമുണ്ടാകുന്ന മാസമാണ്. അധികാര സ്ഥാനത്തുള്ളവരുടെ സഹായം ലഭിക്കുകയും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. സാമ്പത്തികമായി നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും വിദേശ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനച്ചിലവുകൾ ഉണ്ടാകാം. കുടുംബത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമാവും. ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ അകൽച്ചകൾ ഉണ്ടാകുമെങ്കിലും തുറന്ന മനസ്സോടെ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോവുക. വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകും. ഞായറാഴ്ച സൂര്യന് ജലാർപ്പണം നടത്തുന്നത് നല്ലതാണ്. പൂരം നക്ഷത്രക്കാർക്ക് ശുക്രന്റെ അനുകൂല സ്വാധീനം മൂലം ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും നേട്ടമുണ്ടാകും. കലാരംഗത്തുള്ളവർക്ക് സൃഷ്ടിപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അവസരങ്ങൾ ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ സന്തോഷം വർദ്ധിക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാം. തൊഴിൽ രംഗത്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. അനാവശ്യ ആഡംബര ചിലവുകൾ നിയന്ത്രിക്കുക. വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യുക. ഉത്രം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം തൊഴിലിലും സാമ്പത്തികവും മെച്ചപ്പെടുന്ന സമയമാണ്. ജോലി സംബന്ധമായ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. കുടുംബത്ത് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാം. സ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ അമിതമായ ജോലി ഒഴിവാക്കി വിശ്രമം നൽകണം. ബുധനാഴ്ച ഗണപതി പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ്. അത്തം നക്ഷത്രക്കാർക്ക് സ്വന്തം കഴിവുകൾ തെളിയിക്കാൻ സ്വാധീനിക്കുന്ന മാസമാണ്. ബുധന്റെ ശക്തമായ സ്വാധീനം പഠനം, എഴുത്ത്, ജോലി, കണക്കുകൂട്ടൽ എന്നിവയിൽ നേട്ടങ്ങൾ നൽകും. സാമ്പത്തികമായി മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാകും. ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് അവസരം ലഭിക്കാം. വിവാഹകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും. എന്നാൽ അമിതമായ ചിന്തയും മാനസിക സമ്മർദ്ദവും ഒഴിവാക്കണം. ഗണപതിക്ക് പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും മുന്നേറ്റം പ്രതീക്ഷിക്കാം. പുതിയ ബന്ധങ്ങളിലൂടെ അവസരങ്ങൾ ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് കരാറുകളും പുതിയ ഇടപാടുകളും ലഭിക്കാം. കുടുംബത്ത് സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാകാം. എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക നിയന്ത്രണം ഉണ്ടാകണം. ദാമ്പത്യത്തിൽ പരസ്പര സഹകരണം ആവശ്യമാണ്. വെള്ളിയാഴ്ച മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുക.
ചോതി ചോതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം പങ്കാളിത്തം, വിവാഹം, തൊഴിൽ എന്നിവയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ശുക്രന്റെ ശക്തമായ സ്വാധീനം ബന്ധങ്ങളിൽ സന്തോഷം വർദ്ധിപ്പിക്കും. ബിസിനസ് പങ്കാളിത്തത്തിലൂടെ നേട്ടങ്ങൾ ലഭിക്കാം. ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സാമ്പത്തികമായി പുരോഗതി ഉണ്ടെങ്കിലും കുടുംബ ചിലവുകൾ ശ്രദ്ധിക്കണം. യാത്രകൾക്കും പുതിയ ബന്ധങ്ങൾക്കും അവസരമുണ്ടാകും. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം ഭാഗ്യവും തൊഴിൽ പുരോഗതിയും ഒരുമിച്ച് ലഭിക്കാം. ദൂരയാത്രകൾ, വിദേശ ബന്ധങ്ങൾ, ഉന്നത പഠനം എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ പെട്ടെന്നുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക. വിവാഹ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം തൊഴിൽപരമായി വളരാനുള്ള അവസരങ്ങൾ ലഭിക്കും. അധികാരികളിൽ നിന്നും പിന്തുണ ലഭിക്കും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും ചില അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകും. കുടുംബത്ത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിദേശ കാര്യങ്ങളിൽ പുരോഗതി ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കും. ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമായ മാസമാണ്. പഴയ കടബാധ്യതകൾ തീർക്കാനുള്ള അവസരം ലഭിക്കാം. ജോലി സംബന്ധമായ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ മറികടക്കാൻ സാധിക്കും. കുടുംബത്ത് സമാധാനം നിലനിർത്താൻ സംസാരത്തിൽ നിയന്ത്രണം വേണം. ആരോഗ്യ കാര്യങ്ങളിൽ ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കുക. ശനിയാഴ്ച ശനിദേവനെ പ്രാർത്ഥിക്കുകയും എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും ഉത്തമമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ നൽകും. സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും സഹായത്തോടെ നേട്ടങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടും. എന്നാൽ കുടുംബകാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത്. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ആലോചനകൾ മുന്നോട്ടു പോകും. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ഉത്തമമാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും പുരോഗതി ഉണ്ടാകും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഇടപാടുകൾ ലഭിക്കും. കുടുംബത്ത് സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. എന്നാൽ പങ്കാളിത്ത കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ അമിതമായ ക്ഷീണം ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ലഭിക്കുന്ന മാസമാണ്. മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും അംഗീകാരവും ലഭിക്കും. സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കാനാകും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വരാം. കുടുംബത്ത് ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. വീട്, സ്ഥലം, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ടു പോകും. ശനിയാഴ്ച ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം പങ്കാളിത്തത്തിലൂടെയും കുടുംബകാര്യങ്ങളിലും അനുകൂലത ഉണ്ടാകും. ദാമ്പത്യ ബന്ധം മെച്ചപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാം. സാമ്പത്തികമായി നേട്ടമുണ്ടാകുമെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കണം. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം ഒഴിവാക്കണം. വെള്ളിയാഴ്ച മഹാലക്ഷ്മി പ്രാർത്ഥനയും ശനിയാഴ്ച ശനിദേവനെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് മത്സരങ്ങൾ വർദ്ധിച്ചാലും അതിനെ മറികടന്ന് മുന്നേറാൻ സാധിക്കും. സാമ്പത്തികമായി പഴയ ബാധ്യതകൾ കുറയ്ക്കാൻ കഴിയും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അവസരം ലഭിക്കും. കുടുംബത്തെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. യാത്രകളിലും വാഹന കാര്യങ്ങളിലും ജാഗ്രത ഉണ്ടാകണം. ശനിയാഴ്ച ശനിദേവന് എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ഭാഗ്യകാര്യങ്ങളിലും യാത്രകളിലും ഉന്നത പഠനത്തിലും പുരോഗതി ലഭിക്കും. പുതിയ അറിവുകളും പുതിയ ബന്ധങ്ങളും ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ നീക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ പെട്ടെന്നുള്ള ചിലവുകൾ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നിവയിൽ ക്രമേണ പുരോഗതി ലഭിക്കുന്ന സമയമാണ്.
പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും മറ്റുള്ളവരുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാകും. വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിലും പങ്കാളിത്ത ധനപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമാണ്. തൊഴിൽ രംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കും. കുടുംബത്ത് ചില പ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകാം. വിവാഹ കാര്യങ്ങളിൽ ആലോചനകൾ ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിൽ മാനസിക സമ്മർദ്ദവും ഉറക്കക്കുറവും ശ്രദ്ധിക്കുക. ശനിയാഴ്ച ശനീശ്വരനെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക. രേവതി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം പുതിയ തുടക്കങ്ങൾക്കും വ്യക്തിപരമായ വളർച്ചയ്ക്കും അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും സാമ്പത്തികമായി വരുമാനം മെച്ചപ്പെടുകയും ചെയ്യും. വിദേശയാത്രയ്ക്കും വിദേശ ബന്ധങ്ങളിലൂടെ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബത്ത് സന്തോഷകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. എന്നാൽ ധനച്ചിലവുകൾ നിയന്ത്രിക്കുകയും ആരോഗ്യത്തിൽ വിശ്രമത്തിന് പ്രാധാന്യം നൽകുകയും വേണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും നല്ലതാണ്. 2026 സെപ്റ്റംബർ മാസത്തിലെ 27 നക്ഷത്രക്കാരുടെയും ഫലമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഓരോ നക്ഷത്രക്കാർക്കും ഈ മാസം വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നൽകുന്നത്. പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നക്ഷത്രഫലം എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ദേവകി ആസ്ട്രോ റിസർച്ച് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം.